ഇതിപ്പോൾ നമ്മൾ ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം ഒരു 1/4 കിലോ ചിക്കൻ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. 1/4 കിലോയിൽ നിന്ന് അതിൻ്റെ നെയ്യും എല്ലാം പോക്കിയതിന് ശേഷം ഏകദേശം ഒരു 200 ഗ്രാമോളം ബാക്കി ഉണ്ടാവും. അതിനെ നമ്മൾ നല്ലോണം ഉപ്പെല്ലാം ഇട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ നെയ്യൊക്കെ പോക്കി കുറച്ച് വെള്ളം, അത് മുങ്ങാൻ പാകത്തിൽ വെള്ളം എടുത്ത്, എന്നിട്ട് അതിലാണെങ്കിൽ നമ്മൾ കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഇങ്ങനെ നന്നായി വേവിക്കുക. ചെറിയ ചൂടിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ആവാൻ കാത്തു നിൽക്കുകയാണ്. ഒന്ന് റെഡിയായി കഴിഞ്ഞ ശേഷം സൈഡിൽ നിന്ന് തന്നെ നമ്മൾ പാസ്ത റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാസ്ത എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എമിറേറ്റ്സിൻ്റെ ഒരു പാസ്തയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് ഇതിൽ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം തിളപ്പിക്കുക. എന്നിട്ട് അത് പാകമാകുമ്പോൾ അതിൻ്റെ വെള്ളം വാർത്തിയെടുക്കുക. കുടിക്കുന്ന വെള്ളം ആണ് ഇതിൽ എടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിലെല്ലാം ഏറ്റവും നല്ലത് കുടിക്കുന്ന വെള്ളം തന്നെയാണ്. ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പും ഓയിലും, ഓയിൽ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ അല്ല, സാധാ ഓയിലാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത്, റിഫൈൻഡ് ഓയിൽ. അത്രയാണ് അളവത്തിലായിരുന്നു, 1 ടേബിൾ സ്പൂൺ ആയിരുന്നു ഇട്ടത്. ഇനി ഇത് തിളക്കാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ തിളച്ച പാടിന് നമ്മുടെ പാസ്ത ഇതിലേക്ക് പോകുന്നതാണ്. ഇത് ഏകദേശം എത്ര പാസ്ത ഉണ്ടാവും? ഓക്കെ, എല്ലാം ഒരു കൈക്കണക്കാണെന്നാണ് ഇവിടെ പറയുന്നത്. ഏകദേശം ഒരു 8 മിനിറ്റോളമായി ഇങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ ഇപ്പോഴും ഏകദേശം ആയിട്ടില്ല എന്നാണ് നമ്മുടെ നിഗമനം. ചിക്കൻ്റെ തീ കുറച്ചും കൂട്ടിയും കളിച്ചിട്ട് ഏകദേശം ഈ ഒരു പരുവത്തിലാകുമ്പോൾ, ഇത് കണ്ടോളൂ, ഇത് തൊടുമ്പോൾ കണ്ടാൽ ഇങ്ങനെ മുറിഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു പരുവായി കണ്ടാൽ ചിക്കൻ വെന്തു എന്നാണ് അതിൻ്റെ ഒരർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഈ വെള്ളം ഇത് പ്രോട്ടീൻ്റെ സത്താണ്. ഇത് നമ്മൾ മറിച്ച് കളയാൻ പാടില്ല. ഇത് നമ്മൾ പിന്നീട് പാസ്തയിലേക്ക് ഒഴിച്ച് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുന്നതാണ്. ഇതിങ്ങനെ ബ്ലണ്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് 2 പീസാണ്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം നമ്മുടെ പാസ്ത നന്നായി വെന്തിട്ടുണ്ട് എന്നാണ് ഗൈസ്. ഇത് വെന്തിനോ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് കാരണം ഞാൻ കുറച്ചുകൂടി വെള്ളമാക്കിയിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനോടകം തന്നെ ആയിട്ടുള്ള ഒരു മൂന്നാമതൊരു ഘടകമുണ്ട്, സോസ്. ആ സോസ് ഉണ്ടാക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, അതേസമയം ചിക്കൻ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഞാൻ വേവിച്ചതായിരുന്നല്ലോ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് പാസ്തയ്ക്ക് ഇടാനുള്ള ഗാർലിക്, പാസ്ത സോസിന് വേണ്ടിയുള്ള ഗാർലിക് ശരിയാക്കാം. പാസ്ത സോസിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ചോപ്ഡ് ഗാർലിക്സ്, ഓക്കെ, അറൗണ്ട് 4 cloves, ഓക്കെ, മിൽക്ക്, cheese, salt, pepper, butter. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പാലുണ്ട്, ചീസുണ്ട്, ബട്ടറുണ്ട്, ഗാർലിക് ഉണ്ട്, സോൾട്ടും പെപ്പറും. ഓക്കെ, പിന്നെ ഒരു മൈദ ഇതിൽ പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? കുറച്ചാണ് ഇടേണ്ടത്. 2 tablespoons. ഓക്കെ, 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇടുക. നിങ്ങൾ കാണാൻ വന്നപ്പോൾ ഇതിനെ പറ്റി ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ, നമുക്ക് കാണാം. നമ്മൾ സോസ് ഉണ്ടാക്കാനായി ഫസ്റ്റ് ഇടുന്നതാണ് ബട്ടർ. ബട്ടർ ഏകദേശം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത്രയും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗാർലിക്കും കൂടി തട്ടിക്കൊടുക്കുക. ഒന്ന് ചെറിയ തീയിലാണ് ചെയ്യേണ്ടത്, സിമ്മിലേക്ക് വെച്ചിട്ട്. അതിലേക്ക് നമ്മളിപ്പോൾ പാല് ഒഴിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതിപ്പോൾ 1 ലിറ്റർ പാക്കറ്റിൻ്റെ പാലിലാണ് ഏകദേശം ഒരു 10% അയച്ചിട്ടുണ്ടാകും. സാധാരണ ടൈമിൽ നമ്മൾ ആദ്യം മൈദ ബട്ടറിലേക്കായിരുന്നു ഇടല്ലേ. അപ്പോൾ ഇന്ന് ചെറിയൊരു മറവി കാരണം നമ്മൾ മൈദ ഇപ്പോഴാണ് ഇടുന്നത്. ഏകദേശം ഇങ്ങനെ ഒരു വെള്ളമുള്ള പരുവത്തിലായി വരും. ഓക്കെ, അപ്പം അതിലേക്കാണ് അതിങ്ങനെ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക, ചെറിയ തീ തന്നെ. കുറച്ച് ദേഷ്യം കൂടിയതിനാൽ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഇടാനാണ് ഇനി പോകുന്നത്. ഇല്ല, കുറച്ച് പാലും കൂടിയുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിലുണ്ടായിരുന്ന ചിക്കൻ സ്റ്റോക്കിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ തിളച്ചോണ്ട് തന്നെ ഇതിലേക്ക് സ്വല്പം പെപ്പർ ഇടാൻ പോവുകയാണ്. കൈ കണക്കാണ് എല്ലാം. ഓക്കെ, അതേ സമയത്ത് ഞാൻ ആ നേരത്തിൽ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതിനെ ചെറിയ ചെറിയ പീസായി മുറിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഏത് സമയത്തും ഇതിലേക്ക് പോകേണ്ടവനാണ് അവർ. കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ ക്യാപ്പിൽ.
കണ്ടിന്യൂസ് ആയി ഇളക്കിക്കൊണ്ട് നിൽക്കുക. വലത്തെ കൈ കടയുമ്പോൾ ഇടത്തെ കൈ കടയുമ്പോൾ വലത്തെ കൈ. ഇനിയാണ് അവൻ്റെ വരവ്. ചീസ് ഒരു സ്ലൈസ് മൊത്തം മുക്കുക. 1 അല്ല 2. തീയെല്ലാം ഇതേ സമയത്ത് സിമ്മിലാണുള്ളത്. ഓക്കെ, അതിലേക്ക് ഇതാ രണ്ടാമത്തെ ചീസ് സ്ലൈസും പോയി. സിമ്മെല്ലാം മീഡിയത്തിലാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, ഇപ്പം മീഡിയത്തിലെ ഒന്ന് പവർ കിട്ടി. അതിനെ ഇങ്ങനെ മുറിച്ചു കൊടുക്കുക. ചെറുതായി മുറിച്ചിട്ട് അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ ചീസ് സോസാണ് ഇടാൻ പോകുന്നത്. ഏതാണ്? വിൻഗ്രീൻസിൻ്റെ ചീസ് സോസാണ്. ഏകദേശം കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ചീസ് മെൽറ്റ് ആവുന്ന വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഇനി നമ്മളൊരു ബാലൻസിങ് ആക്ടാണ്. ചീസ് മെൽറ്റായി കഴിഞ്ഞാൽ തിക്നെസ് നോക്കുക. തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചീസ് ഇടുക. ഇനി തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ പാൽ ഒഴിച്ച് ലൂസാക്കുക. ഓൺ വോയിസിൽ പിന്നെ ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് പറയാം. നമ്മളിപ്പോഴും 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഇതാണ് പാസ്ത സോസിന്റെ കൺസിസ്റ്റൻസി. ഓക്കെ, ഇതിലാണ് നമ്മൾ എത്തേണ്ടത്. ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഈ ഉണ്ടാക്കിയ സോസ് കുറച്ച് അധികമായതിനാൽ നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ആ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, ചെറിയ കഷ്ണം, അതിനെ നമ്മൾ ഇപ്പം അതിലേക്ക് ഇട്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതെല്ലാം തീ ഇങ്ങനെ ഓണായിട്ട് വെക്കുന്ന ഒരു ടൈമിലാട്ടോ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നു. ഇനി പാസ്ത ഇതിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ഏകദേശം ഫിനിഷിംഗ് ലൈൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി പാസ്തയെ നല്ലോണം ഇളക്കൽ, അതാണ് നമ്മുടെ പണി. എന്നിട്ട് ഇളക്കി ഇതേ സമയം നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ പാസ്തയാണിത്. അപ്പോൾ നമ്മൾ എന്താക്കണം, കുറച്ചുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് അതിനൊന്ന് വേവിക്കുകയും കൂടി വേണം. കാരണം മുന്നേ നമ്മൾ ചെയ്തത് ഇപ്പോൾ പുറത്ത് വെച്ചല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് പോയി ഉണ്ടാവല്ലോ. എല്ലാ ഡിഷിനും ഒരു സിഗ്നേച്ചർ ഉണ്ടാവുമല്ലോ, ഷെഫ് സിഗ്നേച്ചർ. അതേ സമയത്ത് ഇന്നത്തെ ഒരു ഈസ്റ്റർ എഗ് പോലെയാണ് ഈ വീഡിയോയിൽ. ബാക്കി വന്ന ചിക്കൻ വേണമെങ്കിൽ നമുക്ക് വൈകിട്ട് കട്ട്ലറ്റും മറ്റും ആക്കാമല്ലോ. നിങ്ങൾക്ക് ഇതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഭക്ഷണമായതുകൊണ്ട് നമ്മളെപ്പോഴും സേവ് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇതൊരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വൈകുന്നേരം കട്ട്ലറ്റുമായി ചായയുടെ കൂടെ കഴിച്ചാൽ നല്ല രസമുണ്ടാവും. ഇനി നമ്മുടെ പാസ്തയിലേക്ക് തിരിച്ചാൽ നിങ്ങൾ കാണുന്നില്ലേ, ചെറുതായി അതിൻ്റെ ഭാവങ്ങളെല്ലാം ഒരു മാറ്റം വന്നു തിരിഞ്ഞിരിക്കുന്നു. അതിൻ്റെ രൂപത്തിലും എല്ലാത്തിലും ഒരു മാറ്റം. പുതുമുറുക്കക്കാർക്കോട് പറയാനുള്ള കാര്യം, നമ്മളെപ്പോഴും നോൺ സ്റ്റിക്കിൽ ഇങ്ങനത്തെ സാധനം കൊണ്ടാണ് കേട്ടോ ഉപയോഗിക്കാവുന്നത്. അല്ലാതെ കലയെല്ലാം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കാർസിനോജൻസ് എല്ലാം നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത്ര നേരം കാത്ത് നിന്ന ആ സുദിനം വന്നെത്തിയിരിക്കുന്നു. നമ്മുടെ പാസ്ത ഇപ്പോൾ റെഡി ആയിരിക്കുന്നു. ഇനി നമ്മൾ നല്ലൊരു ഡിഷിലേക്ക് മാറ്റി സെർവ് ചെയ്ത് നമ്മുടെ പിയാപ്പിളമാർക്ക് കൊണ്ടു കൊടുക്കാം.